സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനൽ കുറച്ചധികം കാലമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഒരു മതത്തിനോ ഒരു ദൈവത്തിനോ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി. എന്ന് വിചാരിച്ച് ഒരു മതവിശ്വാസി, ഒരു ദൈവവിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ മതത്തിനെക്കുറിച്ചും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കാറൊന്നുമില്ല. പിന്നെ കണ്ടൻറ്റുകൾക്കിടയിൽ അവരെന്തെങ്കിലും അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല എന്നുള്ളത് കൊണ്ട് എനിക്കും കിട്ടാറുണ്ട്. ഓക്കെ, അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ അങ്ങനെ പോകും. ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറേ പേര് ഇതൊന്ന് സായി നോക്ക്, സായി ഒരു മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല. ഇവർ അൺമാസ്കിങ് എയ്ത്തിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം തുടങ്ങി വെച്ചതാണ്. അൺമാസ്കിങ് അനോമലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് റീസെൻ്റ്ലി വന്ന പബ്ലിക്കിൽ ഇറങ്ങി അവർ കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങിയെടുത്ത കുറച്ച് വീഡിയോസും അതിലിവർ പറയുന്ന കാര്യങ്ങളും ഓക്കെ, ദൈവം, മതം, ആ ഒരു കോൺസെപ്റ്റിൽ ഇവരെന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലസ് എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ മതം അല്ലെങ്കിൽ ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറി എന്നുള്ളതിനെക്കുറിച്ചും ഞാനിപ്പോൾ എന്താണ് കറൻ്റ്ലി തിങ്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇതിൽ ഞാൻ സംസാരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ആളുകളുണ്ടാവും. ഓബ്വിയസ്ലി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഇവർക്ക് അൺമാസ്കിങ് അനോമലീസിന് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വട്ടം കാറിൽ കയറിയ പോലെ ഇപ്രാവശ്യം കാറിലോ ടിപ്പർ ലോറിയിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറിയിരിക്കാം. ഐ ഹാവ് നോ ഇഷ്യൂസ്. സോ ആദ്യം തന്നെ ഇവർ ഈ ബീച്ചിലിറങ്ങി കുറച്ച് പേരോട് സംസാരിച്ചതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ അവർ പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിന് ഒരു മാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദൈവമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലാന്ന് വാദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? ഇപ്പോൾ മഴ പെയ്തത് ദൈവമാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. തെളിയിച്ചിട്ടില്ലല്ലോ, സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും നിങ്ങള് ഈ മഴയൊക്കെ എങ്ങനെയാ ദൈവം പെയ്യിപ്പിക്കുന്നെന്ന് പറയാൻ പറ്റുന്നത്? പറ്റൂല അല്ലേ? ഇത് മറ്റേ വെള്ളം വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്നതല്ലേ മഴ. അതായത് വെള്ളം വേപ്പറൈസ് ചെയ്ത് മേലോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായതുകൊണ്ട് ദൈവമില്ല. ഇപ്പൊ പറഞ്ഞല്ലോ സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും എങ്ങനെയായിരിക്കും ശരിക്കും സയൻസ് ദൈവത്തെ തെളിയിക്കേണ്ടത്? ലാബിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഹെൻസ് പ്രൂവ്ഡ് എന്നിട്ട് കാണിക്കും. പിന്നെ എങ്ങനെ? അതായത് ലിറ്റ്മസ് ടെസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരു വിശ്വാസല്ലേ? അല്ല, സയൻസിലൂടെ എങ്ങനെയായിരിക്കും ദൈവത്തെ തെളിയിക്കേണ്ടി വരിക? ഈ സയൻസിലൂടെ ദൈവത്തിനെ തെളിയിക്കണം എന്ന് പറയുന്ന ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ മതവിശ്വാസികളോട് സയൻസിന് ദൈവത്തിനെയോ മതത്തിനെയോ തെളിയിച്ചിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ അഡ്വാൻസ്ഡ് ആക്കാം എന്നുള്ളതിൽ മാത്രമാണ് സയൻസിന് നോക്കിക്കാണേണ്ടതും അല്ലെങ്കിൽ സയൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സയൻസിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും കാലാകാലങ്ങളിൽ ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് കിട്ടുമ്പോൾ ഓബ്വിയസ്ലി പഴഞ്ചൻ കാലഘട്ടത്തിൽ പഴയ സമയങ്ങളിൽ പറഞ്ഞു വന്നിരുന്ന മതം, ദൈവം കോൺസെപ്റ്റുകളിലൊക്കെ പതിയെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ സംഭവിക്കും. സോ സയൻസിന് ഡെലിബറേറ്റ് ആയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ദൈവത്തിനെ ഡിഫൈൻ ചെയ്യാനോ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മതവിശ്വാസികളായ ദൈവവിശ്വാസികളായ കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഈ സയൻസ് ഏത്തിസം എന്ന് പറഞ്ഞുള്ള ഒരു സോണിലിരുന്ന് സംസാരിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളൊന്ന് ദൈവത്തിനെ സയൻറ്റിഫിക്കലി ഡിഫൈൻ ചെയ്യൂ. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, എങ്ങനെയാണ് സയൻസ് ദൈവത്തിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് ഇവരോട് തിരിച്ചു ചോദിച്ചാൽ അവർ പറയും, ദൈവം എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററാണ്, ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് ഈ ലോകം, മനുഷ്യർ, യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങും. അപ്പോൾ ആ ക്രിയേറ്ററിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഏത്? ഈ പറഞ്ഞ സയൻസ്. അല്ലെങ്കിൽ ദൈവം ക്രിയേറ്റ് ചെയ്ത ഒരു ജീവനെ സയൻസ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് ഇവരുടെ ഇത്. ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ സയൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു 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 ലിവിങ് ഓർഗാനിസത്തിനെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് അത് ക്രിയേറ്ററായി. സയൻസ് അപ്പോൾ ക്രിയേറ്ററായി. അപ്പോൾ ക്രിയേറ്ററാണ് ദൈവം. ഇവർ മൊത്തം കോൺസെപ്റ്റ് എങ്ങനെയാണ്? എസ്പെഷ്യലി മുസ്ലിം മതത്തിലുള്ള ആളുകൾക്ക് ക്രിയേറ്ററാണ് ദ അൾട്ടിമേറ്റ് പവർ. ആൻഡ് ആ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തോട്ട് ഇവർക്ക്, അതാണ് ഇവരുടെ ദൈവം ആസ്പെക്റ്റ്. ഇനി അതർ മതങ്ങളിൽ നോക്കിയാലും, ഇപ്പോൾ ഹിന്ദു മതത്തിൽ നോക്കിയാൽ ബ്രഹ്മാവ് ക്രിയേറ്ററാണ്, ക്രിസ്ത്യാനിറ്റി പോയി കഴിഞ്ഞാൽ പിതാവ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ ഈ ക്രിയേറ്റ് ചെയ്ത ആൾ, അതാണ് ദൈവം. ആ ക്രിയേറ്ററിനെ നിങ്ങൾക്ക് എങ്ങനെ സയൻസിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
അതിനിവർ എൻഡ് ഓഫ് ദ ലൈൻ ഇവർ പറയുന്ന സാധനം ഇതാണ്: നിങ്ങളൊരു ലിവിങ് ഓർഗാനിസം, ഒരു ജീവനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സയൻസ് ദൈവത്തിന് ഡിഫൈൻ ചെയ്തു എന്ന് പറയാമെന്നൊക്കെയാണ് പലരും എന്നോട് ഡിബേറ്റിൽ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർ, ഇത്രയും ഷോർട്ട് ടൈമിൽ, ഇപ്പോൾ ലോകമുണ്ടായ, അതായത് ഈ ഭൂമി ഉണ്ടായ ടൈമും ഇവിടുത്തെ ജീവനുണ്ടായ സമയവും യൂണിവേഴ്സിൻ്റെ ടൈമും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മനുഷ്യരാശിയുടെ ആയസ് തുടങ്ങിയിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കടുക് പണീൻ്റെ പോയിൻറ്റ് ചെറുതായിരിക്കും മനുഷ്യരാശിയുടെ നമ്മുടെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അത്രയും ഷോർട്ട് ടൈം കൊണ്ട് നമ്മളിപ്പോൾ ഏത് അഡ്വാൻസ് സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ ഹ്യൂമനോയിഡ്സ് വരെ 2036 ഒക്കെ ആകുമ്പോഴത്തേക്ക് പൈസ പോലും ആവശ്യമില്ല, പല വർക്കുകളും റോബോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമനോയിഡ്സ് ചെയ്യും എന്നുള്ള രീതിക്ക് വരെ ഇവിടെ ആര് പറയുന്നുണ്ട്? എലോൺ മസ്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് നമ്മൾ ഓരോന്നായിട്ട് വരികയാണ് മനുഷ്യൻ. അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഒരു 150 വർഷം 200 വർഷം മുമ്പുള്ള ഒരു മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് ഒറ്റ ടച്ചിൽ എനിക്ക് അപ്പുറത്തുള്ള ഒരാളെ, അതായത് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരാളെ എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റും ലൈവായിട്ട് സ്പോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അവർ പറയും അങ്ങനെ ഒരു ടെക്നോളജി മനുഷ്യന് കണ്ടുപിടിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അന്ന് അവർ ആ വ്യക്തികൾ ചിന്തിക്കുന്നില്ല, ഈ 10-200 വർഷം ഇപ്പുറം ഇത്ര ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഒരു കോൾ അപ്പുറത്ത് നമുക്കൊരു മുഖം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അല്ലേ? സംസാരിക്കാൻ പറ്റും ലൈവായിട്ടെന്നുള്ളത്. സോ വി ആർ ഗെറ്റിംഗ് അഡ്വാൻസ്ഡ്, വി ആർ ഇവോൾവിങ്. നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇവർക്ക് പറയാൻ പറ്റുമോ? ഞാൻ തിരിച്ചവരോട് അപ്പോൾ ചോദിക്കില്ല, ഓക്കെ ഇപ്പോൾ ഒരു ജീവനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ, സയൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നാളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അന്ന് തീരുമെന്ത്? ദൈവമതം എന്നുള്ള കോൺസെപ്റ്റ്, ഇല്ലേ? അപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഈ ഒരു എക്സ്ട്രീം വിശ്വാസിക്ക് പറയാൻ പറ്റില്ല നാളെ സയൻസ് കാരണം ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അവർക്ക് ഇല്ല, ഒരിക്കലും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റും. there are chances, there are experiments going on. പറ്റും, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. മനസ്സിലായോ? ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെ അന്ന് സയൻസ് വഴി ഒരു ജീവൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ജീവൻ ഇവിടെ ഉണ്ടാക്കി അത് കാണിച്ചു കൊടുക്കുമ്പോൾ, അപ്പോൾ സയൻസ് ക്രിയേറ്ററായി മാറുമ്പോൾ ഇവർ ഈ ദൈവം കോൺസെപ്റ്റ് എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു പടച്ചോനുണ്ട്. നിങ്ങളിപ്പോൾ വിളിച്ചു പോയ ആ പടച്ചോനുണ്ടല്ലോ, ആ പടച്ചോനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. അപ്പോൾ ശരിക്കും സയൻസ് എന്ത് പഠിക്കാനുള്ളതാ? നമ്മളെ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളതാ. അപ്പോൾ നിങ്ങൾ ശരിക്കും സയൻസ് കൊണ്ട് ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച്, അതായത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തുള്ള ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിലെന്തോ ഒരു പ്രശ്നമില്ലേ? അതെങ്ങനെ ബായി ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ആ കോൺസെപ്റ്റ് ശരിയല്ല. സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ ലോകത്തിൻ്റെ അകത്തുള്ളത് മാത്രം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണോ സയൻസ് എന്നുള്ളത്? അപ്പം ആസ്ട്രോഫിസിക്സ് ഒക്കെ എന്താ പൊട്ടറാന്ന് ചോദിച്ചാൽ അന്തം വിട്ട് നോക്കിയിരിക്കുക. ഇയാൾക്ക് സയൻസിനെ കുറിച്ചുള്ള ബേസിക് നോളജും ഇല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖല ഏതാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്പേസ് എക്സ്പെഡിഷനാണ്, അല്ലേ? ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മേഖലയാണ്. സാറ്റലൈറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് മൂണിൽ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിലേക്ക് പോവുക. ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ട്രില്യനേഴ്സൊക്കെ വന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് അവിടെയാണ്. വാട്ട്സ് നെക്സ്റ്റ് ആഫ്റ്റർ എർത്ത്? വാട്ട്സ് നെക്സ്റ്റ്? മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യന് എപ്പോഴുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഈ പ്ലാനറ്റിൻ്റെ പുറത്ത് എന്ത്. ഓക്കെ, നമുക്ക് എപ്പോഴും മനുഷ്യൻ്റെ ഒരു ബേസിക് സാധനം നമ്മളുടെ ആൻസിസ്റ്റർ കാലം മുതലേ നമുക്കുണ്ട്. ഇതിൻ്റെ പുറത്ത് എന്ത്, നമുക്ക് ഇതിന്ന് എങ്ങനെ പുറത്തു പോവാം. ആൻഡ് സ്റ്റിൽ വി ആർ റണ്ണിങ് ബിഹൈൻഡ് ഇറ്റ്. മനുഷ്യൻ ഇന്നും ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്നതും ഏറ്റവും കൂടുതൽ അവരുടെ ബുദ്ധി ചിലവാക്കുന്നതും എവിടെ? ഈ ലോകം അവസാനിച്ചാൽ നെക്സ്റ്റ് എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ളൊരു സംഗതി.
അപ്പോൾ ഈ ലോകത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫിസിക്സ് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി, ഒരു ബയോളജി ആണോ സയൻസ്? ആണോ? എനിക്ക് ഒട്ടും അത് വർക്കല്ല. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന ക്രിയേറ്റർ, ഈ ലോകത്തിൻ്റെ പുറത്ത് ഈ പ്ലാനറ്റിനെയൊക്കെ സൃഷ്ടിച്ച് അതിലെ മനുഷ്യജീവനുകളെ സൃഷ്ടിച്ച ദ ക്രിയേറ്റർ എന്ന് പറയുന്ന ദൈവം ആക്ച്വലി ദിസ് ഈസ് എന്താ പറയുക, സ്യൂഡോ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് സ്യൂഡോ ആയിരിക്കാം, അല്ലാതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ദിസ് കണക്ട്സ് മീ മോർ. ഇപ്പോൾ ഈ അനുനാക്കി തിയറി ഉണ്ട്. ഓക്കെ, അനുനാക്കീസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഫ്രം അതർ പ്ലാനറ്റ്. അവർ വന്നിട്ട് ഇവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലേവ്സ് പോലെ ഇവിടുത്തെ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പറ്റുന്ന, ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ടാക്കിയത്. ദാറ്റ്സ് അസ്. അതാണ് നമ്മൾ. ഇത് ഞാൻ കുറേ വീഡിയോസ് കണ്ട്, കുറേ എൻ്റെ എത്രയോ വർഷങ്ങൾ ഞാൻ എന്തൊക്കെയോ സാധനത്തിന് പിന്നാലെ ഓടിപ്പിടിച്ച് റെഫർ ചെയ്ത്, ഞാനിത് മറ്റേ എഴുതി വെച്ച് റിസർച്ച് അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഒരു ഇനഫ് ടൈം ഇങ്ങനത്തെ സാധനങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് എനിക്കൊരു ഭയങ്കര രസമാണ്. ഞാനത് സ്കൂൾ കഴിഞ്ഞൊരു കോളേജ് മുതൽ ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇഫ് ഐ എം നോട്ട് ബിലീവിങ് ഇൻ ഗോഡ്, ദൈവം എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ഓക്കെ, എനിക്ക് താല്പര്യമില്ല അതിൽ ബിലീവ് ചെയ്യാൻ. ദെൻ എനിക്ക് എൻ്റെ ടേംസിൽ ജീവിക്കാം, ഞാനാണ് എൻ്റെ ദൈവം. പക്ഷേ എന്നാലും ഞാൻ ചിന്തിക്കും, എങ്ങനെ മനുഷ്യർ വന്നു? മനസ്സിലായി? എങ്ങനെയാണ് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ദൈവം ഉണ്ടാക്കി എന്നുള്ളൊരു സാധനത്തിലേക്ക് വിശ്വസിച്ച് മിണ്ടാതിരിക്കുക. ബട്ട് ഞാൻ അവിടെ നിന്ന് നിന്നിട്ടില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ലോകം, ഓക്കെ, ഈ നേച്ചർ, ഈ എക്കോസിസ്റ്റം, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒറ്റ ലിവിങ് ഓർഗാനിസത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് മനുഷ്യനാണ്. നേച്ചർ എന്ന് പറഞ്ഞ സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഇവിടെ വേറെ ഏത് ലിവിങ് ഓർഗാനിസം നിങ്ങളെടുത്ത് പോയിക്കോ, അതെല്ലാം ഈ ഭൂമിക്ക് നല്ലത് ചെയ്യുന്നതാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒന്നില്ലെങ്കിൽ വൺ ഓർ ദ അതർ വേ ഈ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഈ ഭൂമിയുടെ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളങ്ങനെ, വി ആർ ബിഹേവിങ് ലൈക്ക് ഇൻവേഡേഴ്സ്. നമ്മൾ ഈ ഭൂമിയെ ഇൻവേഡ് ചെയ്ത പോലെ അല്ലേ, നമ്മൾ ഈ ഭൂമിയെ വേറെ എവിടുന്നോ വന്ന് പിടിച്ചെടുത്ത് ഇത് വേറെ ഏതോ ഒരു കോലത്തേക്കാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഈ ഒരു ഇൻവേഡിങ് കൂടി വരുമ്പോൾ ഭൂമി അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് നേച്ചർ എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും. മനസ്സിലായി? പ്രകൃതി തിരിച്ചടിയും. അതാണ് ഈ നാച്ചുറൽ കലാമിറ്റീസ്. നമ്മളിവിടെ ചെയ്യുന്നതിന് ഇക്വിലിബ്രിയത്തിലെത്തണം. അതിനു വേണ്ടിയിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കും. അത് പ്രകൃതിയായിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ അത്രത്തോളം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. സോ വാട്ട് ആർ എസ്? നമ്മളെന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശരിക്കും ഇത് ഈ കോൺസെപ്റ്റ് എത്ര പേർക്ക് കത്തുമെന്ന് എനിക്കറിയില്ല. ബട്ട് വാട്ട് ഐ ആം ട്രൈങ് ടു സേ, പല എന്നല്ല, എല്ലാ മതങ്ങളും ആകാശത്തും ഭൂമിക്ക് പുറത്തുമാണ് സ്വർഗം, ദൈവം ഒക്കെ ഉള്ള സാധനങ്ങളുള്ളത്. ഓക്കെ, എല്ലാ മതങ്ങളും എടുത്തു നോക്കിയാലും ഇറ്റ്സ് ബിയോണ്ട് ദിസ് സ്കൈ, മുകളിലാണ്. ഓക്കെ, പണ്ട് കാലത്തുള്ള ഗുഹാമനുഷ്യർ, അതായത് ആദ്യകാല മനുഷ്യർ ഇവിടെ നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും എവിഡൻസ് ഉള്ളതിൽ ഈ കുത്തിവെച്ചതോ എഴുതി വെച്ചതിലൊക്കെ ഉള്ളത് എന്തൊക്കെയോ ആകാശത്ത് നിന്ന് വരുന്നുണ്ട്, ആകാശത്തിനെ നോക്കിയിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്, ആകാശത്ത് പ്രേ ചെയ്യുന്നുണ്ട്, കൈ പൊക്കി ആകാശത്ത് നോക്കുന്നു, എല്ലാം ആകാശത്താണ്. വൈ നോട്ട് ഈ അനുനാക്കി തിയറി പോലെ ഇപ്പം നമ്മൾ വേറൊരു പ്ലാനറ്റിലേക്ക് പോകാൻ ചിന്തിക്കുന്നത് പോലെ ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ എനർജി യൂസ് ചെയ്ത് വേറൊരു പ്ലാനറ്റിലേക്ക് പോയി, അതായത് എല്ലാ പ്ലാനറ്റിൽ ചെല്ലുമ്പോൾ ദേ ജസ്റ്റ് വോണ്ട് ടു എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ്, അല്ലെങ്കിൽ എല്ലാ പ്ലാനറ്റിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു എനർജി സോഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോയി നമ്മളേക്കാൾ ഇൻ്റലിജൻ്റ് ആയ, നമ്മളേക്കാൾ പവർഫുൾ ആയ, നമ്മളേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതിൻ്റെ ഷേപ്പോ ലൈക്ക് മാറ്ററോ അതൊക്കെ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ദർ ഈസ് എൻ എനർജി ദാറ്റ്സ് ലൈക്ക് എക്സ്ട്രാ ടെറസ്ട്രിയൽ സാധനങ്ങൾ. അവരുടെ എൻജിനീയറിങ്ങിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി ബിൽഡ് ചെയ്തിട്ട് പോയ ആൾക്കാരാണ്, സ്ലേവ്സ് ആണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും.
മനസ്സിലായില്ലേ? വി ആർ എൻജിനീയർഡ് ബൈ എൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ. ആ എക്സ്ട്രാ ടെറസ്ട്രിയലിനെ എവിടേക്കോ നമ്മളുടെ മെമ്മറി എറേസ് ചെയ്ത് കളഞ്ഞു. നമുക്ക് മെമ്മറീസ് ഇല്ല. ആ എക്സ്ട്രാ ടെറസ്ട്രിയലിനെ ശരിക്കും ദൈവം എന്നുള്ള പേരിൽ, അതായത് പവർഫുൾ ബീയിങ് എന്നുള്ള പേരിൽ ആരാധിക്കപ്പെടുന്നു. ഇങ്ങനെ ആയിക്കൂടെ? ദിസ് ഈസ് വാട്ട് മൈ തോട്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വിയോജിപ്പുണ്ടാവാം, വേണം, വിയോജിക്കണം. എന്നാലേ എന്തുള്ളൂ, ഡിബേറ്റ് വന്നാലേ, എതിർപക്ഷം വന്നാലേ തോട്ട് ഇനി വൈഡറാക്കാൻ പറ്റും നമുക്ക്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ ഈ ക്രിയേറ്റർ, ദൈവം പുറത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വൈ നോട്ട് അതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണെങ്കിലോ, ഒരു അന്യഗ്രഹ ജീവിയുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവികളാണെങ്കിലാണല്ലോ ഇവർ ഈ പറയുന്ന ദൈവം എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഡിറ്റക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ സയൻസിന് ഒരു മേഖല ഉണ്ട്. അതെന്താ? മെറ്റീരിയൽ വേൾഡ്. നമ്മൾ സയൻസിന്റെ ഏത് എക്സ്പെരിമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കാൻ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയൽ വേൾഡിനെ ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്ന ദൈവം, നിങ്ങൾ നേരത്തെ വിളിച്ച ആ പടച്ചോനുണ്ടല്ലോ, ആ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ അത് പടച്ചോനാവില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഏതെങ്കിലും ഭൂമി അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ ദൈവമാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, അല്ലെ? ആ സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ഇതിന്റെ ഒക്കെ പ്രപഞ്ചത്തിന്റെ ഒക്കെ പുറത്തുള്ള ഒരു പടച്ചോനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കോൺസെപ്റ്റ് പോണത് കണ്ടോ, ഈ പടച്ചോൻ, എസ്പെഷ്യലി മുസ്ലിംസിൽ അല്ലാ, ഈ കോൺസെപ്റ്റ് പോണത് എങ്ങട്ടാ? പ്യുവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ, അന്യഗ്രഹ ജീവി കോൺസെപ്റ്റേക്കാണ് പോണത്, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഭയങ്കര ഒഫൻഡഡ് ആവുമൊന്നും വേണ്ട കേട്ട് കഴിഞ്ഞാൽ. ഞാൻ അള്ളാനെ, പടച്ചോനെ അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞു എന്നുള്ളത്. എനിത്തിങ് ബിയോണ്ട് ദിസ് പ്ലാനറ്റ്, പുറത്ത് വേറൊരു ഗാലക്സിയിൽ, വേറൊരു മിൽക്കി വേയിൽ, അങ്ങനെയുള്ളൊരു ഒരു ഇനി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാ ടെറസ്ട്രിയലായി കാണുക എന്നുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ ഗുഡ് ടേം. എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളതിനെ ആരാധിച്ച് ദൈവം പോലെ കണ്ട് ക്രിയേറ്ററാക്കി എടുത്ത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ എല്ലാ കോൺസെപ്റ്റും, മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസിൽ എസ്പെഷ്യലി കുറേ ഈ പഴയ എന്താ പറയുക, ദൈവങ്ങളും അവരുടെ കഥകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിനപ്പുറമുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫോംസാണ് ഇവർക്കൊക്കെ. ഞാൻ നോക്കുന്ന സമയത്ത് പല ദൈവങ്ങളും ഭയങ്കര നമുക്ക് ഒരിക്കലും അവരുടെ എൻജിനീയറിങ് മനസ്സിലായി. പഴയ പുരാണങ്ങളിൽ ഇവർ ഉപയോഗിക്കുന്ന വെപ്പൺസ്, അവരുടെ എൻജിനീയറിങ്, ഈ കഥകളിലെ ദൈവങ്ങളുടെ മറ്റേ കുറേ സാധനങ്ങളുണ്ട്. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന പല സാധനം, ഇപ്പോൾ ഈ അറ്റോമിക് വാർ ഹെഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ പണ്ടത് മറ്റേ അമ്പിൻ്റെ തറ്റത്ത് മറ്റുള്ള സാധനം, പുഷ്പക വിമാനം, ഐരാവതം, പറക്കുന്ന ആന, അല്ലെങ്കിൽ മ്യൂട്ടേഷനാണ് അതൊക്കെ. എന്തിന്? ഗണപതി ഹാഫ് മനുഷ്യൻ, ബാക്കി തല മറ്റേ ഇതെന്തോന്നത്, ഹെഡ് ട്രാൻസ്പ്ലാന്റോ. സോ എവിടേക്കോ പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്യുവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ പലരും ദൈവം എന്ന് വിളിച്ചു. ആ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബിസിനസ്സായി. അത് പിന്നെ ഒരു വേ ഓഫ് ലിവിങ്, അതായത് ഒരു ബെറ്റർ വേൾഡ് വേണമെങ്കിൽ നമ്മൾ വളരെ എന്താ പറയുക, അച്ചടക്കത്തിൽ ജീവിക്കണം. അവിടെ തമ്മിലടിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? ദിസ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് നമ്മളുണ്ടാക്കി. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വേണ്ട, സിനിമേൻ്റെ കാര്യത്തിൽ പോകണ്ട. ലൈക്ക് നമ്മളിവിടെ ഉണ്ടാക്കി എക്സ്ട്രാ ടെറസ്ട്രിയൽസ്, നമുക്ക് അവരാവശ്യമുള്ള ബ്രെയിൻ, മെമ്മറി, ഇമോഷൻ സാധനങ്ങളൊക്കെ തന്നു. നമ്മൾ പിന്നെന്തായി, നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ബിൽഡാവാൻ തുടങ്ങി. ഒരു പക്ഷേ അവരുടെ തോട്ട് പ്രോസസ്സിൻ്റെ, അല്ലെങ്കിൽ അവർ നമ്മളെ എൻജിനീയർ ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും, മനസ്സിലായോ? അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് ഒരു സ്ഥലത്ത് കഴിയുമ്പോൾ അവർ അവിടെ വന്ന് ഈ ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, നമ്മളെ ഫോമിലേക്ക് മാറി. ഇനി ഇവിടുന്ന് പോയി ബേസിക്കലി പാരസൈറ്റ് കൈൻഡ് ഓഫ് സാധനം. എത്ര പേർക്ക് ഇതൊക്കെ ഇനി പ്രാന്താണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞു വരുമോ? എന്റെ മോനിപ്പോ കുറച്ചപ്പുറം മാറിയ ഒരു സ്ഥലത്താണ്, കൊടുവള്ളി നിൽക്കുകയാണ്. അവന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവട്ടെ, മിഠായി മേടിക്കണം. അവൻ എന്നോട് വാപ്പി എനിക്ക് 5 രൂപ മിഠായി മേടിക്കട്ടെ എന്ന് പറയുന്നു. എൻ്റെ അവൻ പറയാണ് 5 രൂപ വെച്ചിട്ട് വാപ്പി തന്നില്ല, അപ്പൊ എനിക്ക് വാപ്പിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കത് സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ദൈവത്തിനെ കണ്ടിക്കണോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല ദൈവത്തിന്. ദൈവം എന്ന് പറയുന്ന ഒരു രൂപം നമ്മൾ കണ്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന ഒരു രൂപം ഉണ്ട് എന്ന് ഓനറിയാലോ. അല്ല, പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചോദ്യം, പ്രാർത്ഥന കേൾക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എല്ലാ പ്രാർത്ഥനയും അതേപോലെ കേട്ടോളാം. അങ്ങനെയല്ലോ സംഭവം. ഇതാണ് ഇവരിൽ അടുത്ത വലിയൊരു കോമഡി എനിക്ക് തോന്നിയ.
മൂപ്പര് പറഞ്ഞൊരു ഉദാഹരണവും പിന്നെ ഇവർ ഈ അവിടെ ഇരിക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട്, ഓബിയസ്ലി ദൈവം എന്തിനാ? പ്രാർത്ഥനകൾ കേൾക്കാനും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തീർത്തു തരാനും. ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ ഇരിക്കുന്ന കുട്ടികൾ ഹിന്ദു മതത്തിൽ ജനിച്ച് വളർന്ന് പിന്നെ ദൈവവിശ്വാസം ഇല്ലാതായ കുട്ടികളായിരിക്കും. ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ദൈവം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വഴിപാട്, പ്രാർത്ഥന, അവനവൻ്റെ കാര്യങ്ങൾ ചോദിക്കൽ, നടത്തിത്തരൽ, ഇതൊക്കെ ആയിരിക്കും. ഇതൊന്നും എല്ലാ മതത്തിലും അങ്ങനെയല്ല, അല്ലാതൊന്നും ഇല്ലത്. ദൈവത്തിന് പിന്നെ എന്തിനാ രാവിലെ എണീച്ചിട്ട് പടച്ചോനെ സുഖമാണോ? നിങ്ങൾക്ക് സുഖം, എനിക്ക് സുഖം, എന്നാ ബൈ. അല്ലെങ്കിൽ പടച്ചോനെ നിങ്ങൾക്ക് സുഖമല്ല, എനിക്ക് അത്ര സുഖമല്ല കേട്ടോ, എന്നാൽ നിങ്ങൾ എൻ്റെ തീർത്തനും വേണം, ഞാനായിട്ട് തീർത്തോണ്ട്. എന്നാൽ പിന്നെ ആ സാധനത്തിൻ്റെ ആവശ്യം എന്താ? മുസ്ലിംസിന് ചിലപ്പോൾ ഒരു ആൻസർ ഉണ്ടാവും, ഇവിടെ ഒന്നും തീർത്തന്നില്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹൂറികളും പാലിൻ്റെ പുഴയും തേനൊക്കെ ഒഴുകും എന്നുള്ളത്. അത് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. പോയവർ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തോ ഒരു വിശ്വാസത്തിന് മുകളിൽ ജീവിക്കാന്ന് അവരുടെയും പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിൽ ജനിച്ച് വളർന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ ജീവിത വഴികൾ അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഹിന്ദുക്കളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന, എല്ലാവരും അമ്പലത്തിൽ ചെന്നിട്ട് വഴിപാട് കഴിപ്പിച്ച് അവനാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് പോരുകയാണ്. ഓക്കെ, അത് വെച്ചിട്ടാവും ആ കുട്ടികൾ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് പറയുന്ന എക്സാമ്പിളാണ് ഏത്? ഉപ്പ കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉപ്പല്ല അല്ലെങ്കിൽ അങ്ങനെ സാധനം ഇല്ല എന്ന് പറയാം. അത് എന്ത് കഥയാണ്? ദൈവത്തിനെ അപ്പോൾ ആ കുട്ടി തിരിച്ചു വെച്ചാൽ അവിടെ തന്നെ പ്ലിങ് ആയിട്ടുണ്ട് അവർ. അതെങ്ങനെ ഒരു കുട്ടി പറയുക ഒരു സാധനം മേടിച്ചെന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉപ്പല്ല എന്നുള്ളത്? അങ്ങനെ ഉപ്പയില്ല എന്ന് പറയും ഏതെങ്കിലും കുട്ടി? കാരണം ഉപ്പനെ കാണുന്നതാണ്. ദൈവം കണ്ടിട്ടില്ല ഇതുവരെ ആരും. കാണാത്തൊരു സാധനം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞുകൂടെ? മനസ്സിലായി? കാണാത്തൊരു സാധനത്തിന് നമുക്ക് ഇല്ല എന്ന് പറയാം. അതിൻ്റെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു പൊട്ടോ പൊടിയോ പോലും ഇന്നേ വരെ ഇപ്പം ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് മുൻ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി അതിന് മുന്നിൽ ജീവിച്ചിരിക്കുന്നവർ കണ്ടിട്ടുള്ളോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവില്ല. എവിടേക്കോ എഴുതി വെച്ചതും ആരൊക്കെയോ പറഞ്ഞതും ഒക്കെയുള്ളത് നമ്മളെ അറിവുകളുള്ളൂ അല്ലേ. ദെയർ ഈസ് നോ എക്സ്പീരിയൻസ്. ദൈവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരാൾക്കില്ല. പിന്നെ അതെങ്ങനെ മുട്ടായിക്കാതെയായിട്ട് കമ്പയർ ചെയ്യും കാക്ക? അത് എന്ത് ലോജിക്കപ്പ് നിങ്ങളാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ നിങ്ങളെ മോൻ 5 രൂപയ്ക്ക് മുട്ടായി കൊടുത്തില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വാപ്പല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൻ എന്താ സാരമായ പ്രശ്നമുണ്ടെന്ന് പറയാം കുട്ടിക്ക്. അത് മുട്ടായിക്കാതെയായിട്ട് പോയിരിക്കുക. ഇതൊക്കെയാണ് എക്സാമ്പിൾ 4 ആളുടെ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പോയിന്റ് ആണ് പറയുന്നത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നല്ലോ, പ്രയാസം ഉണ്ടാവില്ലായിരുന്നല്ലോ. യെസ്, അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനർത്ഥം ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് വരില്ല, പ്രയാസം? ശരി, എന്താ ഒരു ദൈവങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അവര് പറയുന്നത് എന്താ? ഇവിടെ ഞാൻ പറഞ്ഞ ഇവർ ശരിക്കും അൺമാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ സ്വയം അൺമാസ്ക് ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് മതം പഠിച്ചു, ഏത് മതം അവർക്ക് അറിയാന്നുള്ളത് ഇവർ ആദ്യം ചോദിക്കണം. മനസ്സിലായോ? ഇവരതിന് പകരം ഓക്കെ മേ ബി ഇനിയിപ്പോൾ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാം, മുസ്ലിം മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പടച്ചവൻ നമുക്ക് എല്ലാം നടത്തി തരും അല്ലെങ്കിൽ എല്ലാം ചെയ്തു തരും. എന്നാലും ഞാൻ പറയുന്നു 100-ൽ 99% ആൾക്കാരും പടച്ചോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് അല്ലേ? പ്രശ്നം വരാതിരിക്കാനും പ്രശ്നം വരുമ്പോഴും അപ്പോഴേ വിളിക്കൂ. ഈ 2 കാര്യങ്ങൾക്കല്ലേ വിളിക്കൂ. സുഖം വേണം, സമാധാനം വേണം, ഒന്നും വരരുതേ, അയ്യോ എനിക്കിത് വന്നേ എന്നെ രക്ഷിക്കും, ഈ 2 കാര്യത്തിനല്ലാതെ എന്തിനു വിളിക്കും? അപ്പം ഇതെന്താ? ആദ്യം മുതലേ പ്രാർത്ഥനകളാണെങ്കിലും റിച്വൽസ് ഇനി വേറെ എന്താണെന്നുണ്ടെങ്കിലും ഓഫറിങ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ മനുഷ്യൻ വർഷങ്ങളായി കാലങ്ങളായി ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ചെയ്യുന്ന എന്തിനാ? അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരട്ടെ ഇങ്ങോട്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നന്നാക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഇപ്പം ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഡെഫിനറ്റ്ലി അതാണ്. 5 രൂപേൻ്റെ വഴിപാട് മുതൽ 5 ലക്ഷത്തിൻ്റെ വഴിപാട് വരെ ഉണ്ട്. എന്തിനാ? എനിക്കൊരു കാര്യം നേടിയെടുക്കണം, മുടി കളഞ്ഞു കൊടുക്കുക, മുട്ടടിക്കുക, ഓഫറിങ്സ് ആണ്. അപ്പം പിന്നെ ഒരു ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദൈവം അങ്ങനെ എല്ലാം നടത്തി തരാമെന്ന് പറയുന്ന ആളല്ല എന്നൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാവർക്കും സുഖമാവണമായിരുന്നു അല്ലാണ്ട് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ദൈവം അങ്ങനെ ശരിക്കും നമ്മള് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെന്തിനാ ഇവര് ദൈവത്തിനെ വിളിക്കാൻ പോകുന്നേ? അല്ല, എന്താ വിശ്വാസികൾ മനസ്സിലാക്കുന്ന ദൈവം? വിശ്വാസികൾ മനസ്സിലാക്കുന്ന ദൈവം എന്താ? ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ
ഒരു എന്തിനെങ്കിലോ നേരെ വിളിക്കൂ. അതന്നെ, അതായത് ഒരു അത്രേ ഉള്ളൂ. ഒന്നും ചെയ്തരില്ല, വെറുതെ കൊറേ പൈസ കൊണ്ടിടൂ, കൊറേ വഴിപാട് ചെയ്യൂ, വെറുതെ. വളരെ ശരിയാണ്. ഈ ദൈവത്തെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല, ഇങ്ങനെ ദൈവത്തെ അംഗീകരിക്കാൻ പാടില്ല. വെറുതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പോയി വഴിപാടിടുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. നമ്മളൊപ്പാണ്, ഒരേ നിലപാടിലാണ് സമയത്ത്. കണ്ടോ, ഇവിടെയാണ് ഇവർ അൺമാസ്ക്ഡ് ആവുന്നത്. ഇവരെന്താ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ആ കുട്ടി പറയുന്നത് ഹിന്ദു മതത്തിൽ ഉള്ള കാര്യങ്ങളാണ്, മനസ്സിലായോ? വഴിപാട് കഴിക്കുക, ദൈവത്തിന്. അപ്പം പറയാ അങ്ങനത്തെ ദൈവത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിശ്വസിക്കാൻ പാടില്ല, അങ്ങനത്തെ ദൈവങ്ങളെ കാര്യം പറയാൻ പാടില്ല. ദെയർ ലൈസ് ദെയർ പ്രൊപ്പഗണ്ട. ഇവർക്ക് എന്താ വേണ്ടേ? ഇവർ മുസ്ലിം മതത്തിൽ പറഞ്ഞ കാര്യങ്ങളും ആ ദൈവത്തിനെ ചുറ്റിപ്പറ്റി ആ മതവും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും പറയുമ്പോൾ ദാറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഹിന്ദു. ഒരു ഹിന്ദു മനസ്സിലാക്കിയത് ഒരു മുസ്ലിം മനസ്സിലാക്കിയത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആകെയുള്ളൊരു കോൺസെപ്റ്റ് ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവം ഈസ് എക്സിസ്റ്റിങ്, അത്രേ ഉള്ളൂ. അത്രേ ഒരു വിശ്വാസി ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും കോമൺ ആയിട്ട് ചിന്തിക്കുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും നല്ലത് ചെയ്യണം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഈ രണ്ട് കോൺസെപ്റ്റിലും ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾ എന്താ പറയുന്നത്? ആ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയാണ്, അതല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങളെ വിശ്വാസങ്ങൾ ശരി, അവരുടെ വിശ്വാസങ്ങൾ തെറ്റെന്നുള്ള രീതിക്കാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് യുവർ അജണ്ട? പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് മുസ്ലിം മതം മാത്രമാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരികൾ പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുക. അവിടെയാണ് നിങ്ങളുടെ ഫേക്ക് ഫേസ് പൊളിയുന്നത്, അവിടെയാണ് നിങ്ങൾ അൺമാസ്ക്ഡ് ആവുന്നത്. ശരി, അംഗീകരിച്ചു, അങ്ങനത്തെ ദൈവമില്ല. നമ്മൾ പറയുന്ന ദൈവം എന്താ? നേരത്തോടെ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാത്തിനും ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യ ശരീരം എടുത്ത് നോക്കിയാൽ 37 ലക്ഷം കോടി കോശങ്ങൾ കാണാൻ പറ്റും. ഇവിടെ മഴ നോക്കിയാൽ മഴയുടെ പ്രക്രിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമാണത്. ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളും കാണാൻ പറ്റും. ഇത്രയും വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ആ വ്യവസ്ഥക്ക് പിന്നിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രകൻ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഈ യൂണിവേഴ്സിന് പുറത്ത്, അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ് മനോഹരമായിട്ട് ഓടുന്നു. അപ്പൊ കാർ ആദ്യമായിട്ട് കാണുന്ന ഒരു ടീം, രണ്ടാൾ പോവാണ്. ഒരാൾ പറയാണ് കാറിനെ പറ്റി പഠിച്ചു, രണ്ടാളും പഠിച്ചു, വിശദമായിട്ട് പഠിച്ചു. അപ്പൊ കാർ എങ്ങനെയാണ് ഓടുന്നത് മനസ്സിലായി. എങ്ങനെയാണ് ഓടുന്നത് മനസ്സിലായപ്പോൾ ഒരാൾ പറഞ്ഞു ഈ കാറ് ഉണ്ടാക്കിയത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആരാണ്, കാറിന്റെ ഓട്ടത്തിന്റെ മെക്കാനിക്സ് മനസ്സിലായപ്പോൾ. മറ്റൊരാൾ പറഞ്ഞു ഈ ഓട്ടത്തിന്റെ മെക്കാനിക്സ് മനസ്സിലായില്ലേ, പെട്രോൾ ഒഴിച്ചാൽ മതി, അത് എഞ്ചിനിലേക്ക് പോകും, എഞ്ചിനിൽ ഓയിൽ ഉണ്ടായാൽ മതി, എഞ്ചിൻ ഓടും, ടയർ ഉണ്ട്, സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചാൽ മതി, ഗിയർ മാറ്റിയാൽ മതി. ഇത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നിൽ ആരും വേണ്ടല്ലോ, കാറിന് ആരും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയുന്നത് ലോജിക്കലാണോ? അല്ല. മെക്കാനിസം അടിപൊളിയാണെങ്കിൽ മെക്കാനിസത്തിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാകുന്നതാണ് ലോജിക്കൽ. അത്ര നമ്മൾ പറയുന്നുള്ളൂ. ആ പൊസിഷൻ വഴിപാട് ദൈവം, രണ്ടല്ലേ? വഴിപാട് ദൈവം ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം അപ്രോച്ച് ചെയ്യുന്നൊരു ദൈവം, അതും ഇത്രയും മനോഹരമായിട്ടുള്ള വ്യവസ്ഥകൾ കൺട്രോൾ ചെയ്യുന്നൊരു ദൈവം, ഇത് രണ്ടല്ലേ? ആ കൺട്രോളിങ് ദൈവം ഇല്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത് എന്ത് പോയിന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഈ കാണുന്നൊക്കെ ഒരു ഇന്റലിജന്റ് ഡിസൈൻ കാണിക്കുന്നില്ലേ? ഇപ്പം സൂര്യന്റെ ചലനാണെങ്കിലും അതേപോലെ ഭൂമിന്റെ ചലനാണെങ്കിലും ഇപ്പൊ കടലിന്റെ മറ്റേ വേലിയേറ്റം വേലിയിറക്കം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ഒരു വ്യവസ്ഥ, നമുക്ക് ഒരു സിസ്റ്റം അതിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഒരു റാൻഡം ആയിട്ട് ഇങ്ങനെ സിസ്റ്റം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ കാറിന്റെ ഉദാഹരണം പറയുമ്പോൾ റാൻഡം ആയിട്ട് വളരെ യാദൃശ്ചിക ഒരു കാർ ഇങ്ങനെ താനുണ്ടായി വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ട് എന്ന് ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ആ ദൈവം വേറെ ആരും ആയിക്കോട്ടെ, അത് മുസ്ലിങ്ങളുടെ ദൈവം, അത് എല്ലാ ദൈവങ്ങളും നമ്മൾ മാറ്റിയെടുത്താം, ഹിന്ദുക്കളുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, എല്ലാവരുടെയും ദൈവങ്ങളും നമ്മൾ മാറ്റിയെടുത്താം. എന്നിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ, നമ്മൾ ഈ യൂണിവേഴ്സിനെ മാത്രം അനലൈസ് ചെയ്താൽ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈനറെ നമുക്ക് ലോജിക്കലി ഊഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇന്റലിജന്റ് ഡിസൈനറെ ലോജിക്കലി ഊഹിച്ചിട്ട് കാര്യമില്ല, ഊഹിച്ച് ജീവിച്ച് മരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ, ഊഹാപോഹങ്ങളുണ്ടെങ്കിൽ അതിന് എഫേർട്ട് എടുത്ത് അത് എങ്ങനെ എന്തെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സയൻസിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർ ചെയ്യുന്നത് അതല്ലേ ബേസിക്കലി. ജനിക്കും, ഊഹിക്കും, ക്രിയേറ്റർ ഉണ്ട്, ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യന്മാരുണ്ടാക്കി ഈ സിസ്റ്റം മൊത്തം റൺ ചെയ്യുന്നു. രാവിലെ മൂപ്പര് നീക്കും, കീ കൊടുത്ത പാവേനെ പോലെ ബാക്കിയെല്ലാം ചലിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് അത് കറക്റ്റ് ചെയ്യും, എന്നിട്ട് വലിയൊരു കസാലയിട്ട് ഇങ്ങനെ ഇരിക്കും. അതെന്ത് ലോജിക്കാ? ഇത് കണ്ടുപിടിക്കാം. മനുഷ്യരാശിയുടെ തന്നെ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ഇനി എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങളാരും ഇപ്പം ഇങ്ങനെ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, എതിർക്കാം. മനുഷ്യൻ്റെ തന്നെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മനസ്സിലായിടത്തോളം ഈ പ്ലാനറ്റിൽ വന്നു, ഇവിടെ ഉള്ളത് ഉപയോഗിച്ചു, അടുത്ത പ്ലാനറ്റിക്ക് പാരസൈറ്റ് പോലെ വേറെ പ്ലാനറ്റിൽ പോകുന്നു, വി വിൽ എൻജിനീയർ അനദർ ബോഡീസ്. അപ്പം നമ്മൾ അവിടുത്തെ ക്രിയേറ്റേഴ്സ് ആവും. ഗോട്ട് മൈ പോയിന്റ്? ഒരു 100, 1000, 10,000 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം
ഓക്കെ, മനുഷ്യൻ ഭൂമി വിട്ട് വേറൊരു പ്ലാനറ്റിലേക്ക് കോളനൈസ് ചെയ്യുന്നു, അവിടെ പോയി കോളനി ഉണ്ടാക്കുന്നു. ഇതുപോലുള്ളൊരു സിമിലർ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ വിൽ ക്രിയേറ്റ് എ ഡോം ആൻഡ് വിൽ സ്റ്റേ ദെയർ. ലേറ്റർ ഓൺ അവിടെ ഇരുന്നു കൊണ്ട് ആ പ്ലാനറ്റിൻ്റെ എൻവയോൺമെൻറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രീച്ചറിനെ, ഒരു ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്ത ലിവിങ് ഓർഗാനിസംസ് അവിടെ വളരുന്നു, അല്ലെങ്കിൽ അത് വേറൊരു ഷേപ്പിലായിരിക്കാം. ഇവിടുത്തെ ഗ്രാവിറ്റിയും സാധനമൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഷേപ്പ്, അവിടെ ചെല്ലുമ്പോൾ വേറൊരു ഷേപ്പ്. ആൻഡ് സഡൻലി നമ്മൾ അവിടുന്ന് ഇല്ലാതാവുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ അതിനെ ക്രിയേറ്റ് ചെയ്ത ഇപ്പോഴത്തെ ഈ മനുഷ്യന്മാർ സൂപ്പർ പവറുള്ള സുപ്രീം എബിലിറ്റീസ് ഒക്കെ നമ്മൾ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. വി മൈറ്റ് ഹൈഡ് സംവെയർ. അവർ ആ ലോകം എക്സ്പ്ലോർ ചെയ്യുന്നു, എനർജി റിസോഴ്സുകൾ എടുക്കുന്നു. ഇതൊരു ചെയിൻ പോലെ പോണ ഒരു പ്രോസസ്സാണെങ്കിലോ, മനസ്സിലായോ? അവിടെ ഹൂസ് ക്രിയേറ്റർ? ആരാണ് ക്രിയേറ്റർ? അപ്പോൾ നമ്മൾ തന്നെയല്ലേ ക്രിയേറ്റർ. വി ക്രിയേറ്റ്. നമ്മൾ ചിലപ്പോൾ വേറെ ഏതോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലിൻ്റെ ഭാഗമായിട്ടുള്ളവരാണെങ്കിൽ ഏതോ പ്ലാനറ്റിൽ അങ്ങനെ പ്ലാനറ്റുകൾ സഞ്ചരിച്ച് വന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അല്ലാതെ കാണാൻ മുഖമില്ലാത്ത, രൂപമില്ലാത്ത ഏതോ ക്രിയേറ്റർ എന്ന് ചിന്തിക്കണേക്കാൾ നല്ലത് ദിസ് ഈസ് ഫൺ. ഇതാണ് എൻ്റെ ഫണ്ണ്. ഞാനിങ്ങനെ ചിന്തിക്കാറ്. നമുക്കിത് ഓവർലാപ്പ് ആയിക്കാണ്. നമ്മൾ മായാവി അല്ലെങ്കിൽ ഒരു ബാലരമ കഥകൾ, ആ പുരാണ കഥകൾ, ഈ കഥകൾ കേട്ട് നമ്മളെ മനസ്സിൽ വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി രാത്രി ഇരിക്കുന്നു, ധ്യാനിക്കുന്നു, അപ്പോൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, വരം തരുന്നു. ഇത് നമ്മുടെ മനസ്സിൽ സേവ് ആയതുകൊണ്ടാണ്. അതല്ല ആക്ച്വലി പ്രമാണങ്ങൾ പറയുന്ന ദൈവം. ഇത് രണ്ടാണ്. ലോജിക്ക് പറയുന്ന ദൈവം അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മതവിശ്വാസികൾ ശരിക്കും ഒരിക്കലും ദൈവം നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യം അതേപോലെ നൽകും എന്ന് വിശ്വസിക്കുന്നില്ല. ഇവിടെ ഏത് മതവിശ്വാസി, ഏത് മതത്തിൻ്റെ ലോജിക്ക്, ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികൾ എന്താണ് അൺമാസ്കിങ് അനോമലീസ് പറയാത്തത്? മുസ്ലിം മതത്തിൽപ്പെട്ടവർ, മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ മായാവിക്കഥ വിശ്വസിക്കില്ല. ദാറ്റ് മായാവിക്കഥ മീൻസ് ഹിന്ദു മതപ്രകാരമുള്ള, ഹിന്ദു റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള പുണ്യപുരാണ ഐതിഹ്യ കഥകൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ അല്ലേ? അവിടെയാണ് നിങ്ങൾ ശരിക്കും ഈ സംഗതി ഒളിച്ചു കിടത്തുന്നത് പബ്ലിക്കിലേക്ക്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല വായ തുറന്നിട്ട്? മുസ്ലിം മതപ്രകാരം ഞങ്ങൾ പടച്ചോൻ എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞ ഫിഗർ, ഓക്കെ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയണം മിസ്റ്റർ. അത് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത് അറിയാം. ഇത് ഒളിച്ചു കിടത്ത്. അവിടെയാ പറഞ്ഞത് ഇത്തിരിയെങ്കിലും ധൈര്യം കാണിക്കണം എന്ന്. മനസ്സിലായോ? ഈ മതം വിശ്വസിക്കുന്നവർക്കും മതം പ്രചരിപ്പിച്ച് നടക്കുന്നവർക്കും ഇല്ലാത്തൊരു സാധനം ധൈര്യമാണ്. ദൈവം മതം കോൺസെപ്റ്റിൽ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ അതിനെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കുള്ളത് ധൈര്യമാണ്. നിങ്ങൾക്കില്ലാത്തതും ഞങ്ങൾക്കുള്ളതും ഒറ്റ സാധനം ധൈര്യമാണ്. നിങ്ങൾക്ക് എന്താ പറയുക? നിങ്ങൾക്ക് എപ്പോഴും എതിർപ്പ്, വിമർശനം, വിദ്വേഷം, അന്യമതത്തിനുള്ള ഒരു വൃത്തികെട്ട സാധനമൊക്കെ നിങ്ങൾക്കുണ്ട്. അതെല്ലാ മതത്തിനും ഉണ്ട് കേട്ടോ. ഹിന്ദുവിനും മുസ്ലിമിനോടുണ്ട്, മുസ്ലിമിനും ഹിന്ദുവിനോടൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളെ ദൈവമാണ് സുപ്പീരിയർ, ഞങ്ങളെ ദൈവമാണ് അടിപൊളി, ഈ ഒരു സാധനം അതാണ് ഇവിടെ നേടിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? നിങ്ങളത് പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിലേക്ക് ഏതൊക്കെ മതവിശ്വാസത്തിൽപ്പെട്ടവരെ കൂട്ടും? വൈ കാൻഡ് യു സേ മുസ്ലിം മതത്തിൽപ്പെട്ടവർ എന്നുള്ളത്? അത് നിങ്ങൾ പറയാതെയാണോ പോകുന്നത്? അപ്പം അവിടെ തന്നെ നിങ്ങളൊരു സാധനം, ഒരു പ്രൊപ്പഗണ്ട ഒളിപ്പിച്ച് കിടത്താണ് നിങ്ങളത്. കാരണം പല ആളുകളും പലതും പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ കിട്ടാത്തവരുണ്ട്, ഇല്ലേ? നമ്മളെല്ലാം കാണുന്ന ഒരു സാധനം. പക്ഷെ എന്നിട്ട് അവർ ദൈവവിശ്വാസം ഒഴിവാക്കാത്തത് എന്തുകൊണ്ടാണ്? അവര് പോലും എന്ത് വിശ്വസിക്കില്ല, ദൈവം ഇത് പരിപൂർണമായി തരും, നമ്മൾ ചോദിക്കുന്ന എന്തോ അതേപോലെ തരും എന്ന് മതവിശ്വാസികൾ വിശ്വസിക്കും. കാരണം ദൈവം അങ്ങനെ തരാനുള്ളൊരു ലോകം മരണാനന്തരമാണ് വെച്ചിട്ടുള്ള ദൈവം പറയുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ മരണാനന്തരം, മരണത്തിന് ശേഷം അങ്ങനെ അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന എല്ലാം കൊടുക്കും. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസികളുടെ വീക്ഷണത്തിൽ പരീക്ഷണമാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളൊരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ പോലും ചിലപ്പോൾ തരും, ചിലപ്പോൾ തരാതെ എന്ത് ചെയ്യും, വേറെന്തെങ്കിലും പ്രയാസം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റും. ഈ മതവിശ്വാസികളായിട്ടുള്ള ചേട്ടന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവം പറഞ്ഞിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത്? നീ ഒരു ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നു, നീ ഇന്നേ വരെ ദൈവത്തിനെ കണ്ടിട്ടില്ല. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് പ്രവാചകന്മാർ ഇവിടെ എഴുതി വെച്ചതോ പറഞ്ഞ് മറ്റേ എന്താ പറയുക, ജനറേഷൻ ടു ജനറേഷൻസ് കൈമാറി വന്നൊരു സാധനത്തിൻ്റെ മുകളിലാണ് നിൻ്റെയൊക്കെ അറിവിരിക്കുന്നത്. ആ അറിവ് ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും?
ദൈവം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലല്ലോ. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഓരോ ജനറേഷനിലും ഓരോ സമയത്തും ഓരോ ജനറേഷനും ഇത് പറഞ്ഞു പഠിപ്പിക്കാൻ ആ ദൈവത്തിന് ഒന്നുകൂടെ. അതല്ലല്ലോ ചെയ്യുന്നത്. ഏതോ കാലത്ത് ആരോ പറഞ്ഞു വെച്ച് എന്നോ എഴുതി വെച്ച കുറേ പുസ്തകങ്ങളും നിയമങ്ങളും അതിൽ എഴുതിയിട്ടുള്ള സാധനങ്ങളും അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ അർത്ഥങ്ങളായി വ്യാഖ്യാനിച്ച് ഓരോ ആളുകളിലൂടെ ഇങ്ങനെ പരന്ന് വരുമ്പോൾ അതിന് എന്ത് ക്രെഡിബിലിറ്റി? ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താ? ദ മോസ്റ്റ് പവർഫുൾ, ദ സുപ്രീം ക്രിയേറ്റർ. അങ്ങനെയാണെങ്കിൽ മാറുന്ന ലോകത്ത് മാറി വരുന്ന മനുഷ്യന്മാർക്ക് ഡയറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് പോയാൽ പോരെ? ഇല്ലെങ്കിൽ ഇതേപോലെ ഓരോ പ്രൊഫറ്റുകളെ പറഞ്ഞു വെച്ചാൽ പോരെ? ഈ അടുത്ത കാലത്തൊന്നും എവിടെ ഒരു ദൈവം വന്നതോ ഒരു പ്രവാചകം വന്നതോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടോ? ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ പോലും ഇല്ല. വന്ന ഒരാളാണെങ്കിൽ ഒരു റിലീജിയൻ ആക്കിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്ത് 1-2 റിലീജിയൻ ആക്കി മാറ്റി. കുറേ മുന്നേ വന്നത് അത് ഐതിഹ്യങ്ങളിൽ വേറെ റിലീജിയനായി. അപ്പോൾ സ്റ്റിൽ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ഈ ചങ്ങാതി പറഞ്ഞത് തന്നെ ഇവർ പറഞ്ഞ സാധനം പൊളിയാണ്. അതായത് ഇവിടെ വരം തരുന്ന ദൈവങ്ങൾ, ഓക്കെ, അത് ദൈവങ്ങളല്ല എന്നുള്ള രീതിക്ക് അവർ പറയുന്നത്. അപ്പോൾ വേറൊരു മതത്തിലുള്ള ദൈവങ്ങൾ ഇവർ കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ? ഇതൊരു എക്സ്പെരിമെൻ്റാണ്, ഈ ജീവിതം നമുക്കൊരു എക്സ്പെരിമെൻ്റാണ്. എന്നിട്ട് നമ്മൾ മരിച്ചിട്ട് പുറത്തു പോയി വേറൊരു ജീവിതത്തിൽ സെലക്ട് ചെയ്യും ദൈവം. അതായത് നല്ല രീതിയിൽ ബേസിക് കോൺസെപ്റ്റ്, ഒരാളെ ഉപദ്രവിക്കരുത്, ഒരാളെ നശിപ്പിക്കരുത്, ആർക്കും ദ്രോഹം ചെയ്യരുത്, എല്ലാവരെയും സഹായിക്കുക, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. സെലക്റ്റഡ് ആവും. പാലിൻ്റെ പുഴ, സ്ത്രീകൾ, തേന്, സ്വർണം ഒക്കെ അവിടെ കിട്ടും, സ്വർഗത്ത് കിട്ടും. ഇത് മുസ്ലിം മതത്തിലുള്ള കോൺസെപ്റ്റാന്നുള്ളതാണ് പറഞ്ഞാൽ പോരെ? മതവിശ്വാസികൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും എല്ലാ പ്രാർത്ഥനകളും അതേപോലെ നമുക്ക് റിപ്ലൈ കിട്ടിക്കൊള്ളുന്നില്ല, ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല, നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, എന്നിട്ടും മതവിശ്വാസികൾ എന്തുകൊണ്ട് ദൈവവിശ്വാസം തുടർന്നു പോരുന്നു? ഈ ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 3 തരത്തിലാണ് മതവിശ്വാസികൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ 3 തരത്തിൽ, 3-ൽ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവം റെസ്പോണ്ട് ചെയ്യുന്നതാണ് മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. മതം പറയുന്നത് അങ്ങനെ ആയതുകൊണ്ട്, അതായത് അവരുടെ വേദഗ്രന്ഥത്തിൽ അങ്ങനെയാണ്, ആ രൂപത്തിൽ മതവിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 3 രൂപത്തിലാണ് റെസ്പോൺസ് കിട്ടുക. അതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും റെസ്പോൺസ് കിട്ടുക. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്നെ എക്സാമിൽ ഫുൾ A+ കൂടി വിജയിപ്പിക്കണം എന്ന് ചോദിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ഫുൾ A+ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പൊ എനിക്ക് ആ ജോലി തന്നുകൊണ്ട് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തന്നു, എല്ലാം റെഡിയാക്കി തന്നു, വളരെ യാദൃശ്ചികമായി എനിക്കൊരു ജോലി കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് വിശ്വസിച്ചു? എന്റെ പ്രാർത്ഥനയുടെ ഫലം വിശ്വസിച്ചു. മതവിശ്വാസികൾ വിശ്വസിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പൊ അതൊരു രീതി. നമ്മൾ ചോദിച്ച കാര്യം എന്തോ അത് ദൈവം നമുക്ക് തരുന്നു. ഞാൻ ചോദിച്ചത് ജോലി കിട്ടാനാണ്, ദൈവം അത് തന്നു, അതൊരു രീതി. ഇനി വേറൊരു രീതിയിൽ ദൈവം ചിലപ്പോൾ നമ്മളെ സഹായിക്കാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. അതിന്റെ രീതിയാണ് സമദ് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടാവും. ഒരു ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ട്രെയിൻ കയറാന്ന് വിചാരിച്ചോ, പക്ഷെ ആ ട്രെയിൻ നമുക്ക് മിസ്സായി. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? ഇത് എനിക്ക് ദോഷമായി, ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ദൈവം തന്നില്ല എന്നല്ല ഒരു മതവിശ്വാസി വിചാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അവൻ വിചാരിക്കുക എന്താ? കാരണം ഇത് ദൈവം, കാരണം ആ ട്രെയിൻ പിന്നീട് അപകടത്തിലായി, അപ്പൊ എന്നെ രക്ഷിക്കുകയാണ് ദൈവം ചെയ്തത്. കാരണം എന്നെക്കാൾ നന്നായി എനിക്ക് ഭാവിയിൽ എന്താണ് ഏറ്റവും നല്ലത് എന്ന് ദൈവത്തിന് അറിയാം. കാരണം ദൈവത്തിന് ഭാവി, ഭൂതം, വർത്തമാനം എന്നിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ദൈവം ഓൾ നോളജബിൾ ആണ്, അതേപോലെ തന്നെ ഓൾ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്നിൽ നിന്ന് ഒരു അപകടത്തെ അകറ്റിക്കളഞ്ഞു. അപ്പൊ ആ രൂപത്തിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തന്നെയാണ് വിശ്വസിക്കുക. കാരണം പക്ഷെ അയാൾ ചോദിച്ചത് എന്താ? എനിക്ക് ട്രെയിൻ കിട്ടണം എന്നാണ്. പക്ഷെ ആ ട്രെയിന് കിട്ടിയില്ല, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ആ രൂപത്തിൽ എനിക്ക് ഉത്തരം നൽകി തന്നെയാണ് ഒരു മതവിശ്വാസം വിശ്വസിക്കുക. അതേപോലെ 3-മത്തെ രീതി പറഞ്ഞാൽ ചോദിച്ച കാര്യം കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു അപകടം നമ്മളടുത്ത് മാറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ മരിച്ചതിനു ശേഷമുള്ള ജീവിതത്തിൽ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടും, എനിക്ക് എന്തെങ്കിലും ഒരു സുഖ സൗകര്യം ദൈവം തരും. ഈ 3 രൂപങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ 3 രൂപങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ് ദൈവം റെസ്പോണ്ട് ചെയ്യുക എന്നതാണ് മതവിശ്വാസികൾ പോലും വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഒരു ദൈവം ഇവിടെ ഒന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. ഇയാൾ തന്നെ പറയുന്നു 3 രീതിയിൽ ദൈവം തിരിച്ചൊരാൾക്കൊരു കാര്യം ചെയ്യുന്നു. ചെയ്യാനല്ലെങ്കിൽ പിന്നെ ദൈവം ഇരിക്കണോ എന്നുള്ള ചോദ്യം ഇനി ഇയാളോട് തിരിച്ചു ചോദിക്കണം. 1. 2-മത്തെ കാര്യം, ഇയാൾ പറഞ്ഞ 2-മത്തെ പോയിന്റ്, ഈ ട്രെയിൻ അപകടത്തിൻ്റെ പോയിന്റ്. എടീ, ഞാനൊരാൾ, എനിക്ക് ദൈവം എന്നെ ട്രെയിനിൽ നിന്ന് മാറ്റി എന്നുള്ളത് ഞാൻ സെൽഫിഷായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇൻ്റലിജൻസ് ഉള്ള, ഇത്രയും പവർഫുള്ളായി, ഇത്രയും സുപ്രീമായിട്ടുള്ള ദൈവം എന്നൊരാളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ
കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുത്തു? അവരാരും അവരാരും ദൈവം വിളിക്കുന്ന ആൾക്കാരല്ലേ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരല്ലേ? ദൈവത്തിന് എന്ത് വേർതിരിവ്? ഞാൻ അതും ചോദിക്കട്ടെ, എന്തിനു ദൈവത്തിന് വേർതിരിവ്? ഈ ദൈവത്തിന് വേർതിരിവുള്ളതുകൊണ്ടാണല്ലോ ഓരോരുത്തർ ചൂസ് ചെയ്യുന്നതും. മനുഷ്യനൊരു മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റുന്നു. ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ മറക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. അത് നമുക്കുണ്ട്, മനുഷ്യന്മാരായ നമുക്കുണ്ട്. ദൈവത്തിനില്ലേ? ഒരാളെ തെറ്റ് ക്ഷമിക്കാനുള്ളതില്ലേ? തെറ്റ് ക്ഷമിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടിയിട്ട് പോയി റിച്വൽസ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. കുമ്പസാരിക്കാറുണ്ട്, മുസ്ലിങ്ങൾ വേറെന്തോ ചെയ്യാറുണ്ട്, ഹിന്ദുക്കളിലും ചെയ്യാറുണ്ട്, ഉരുളാറുണ്ട്, വഴിപാട്. തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാനുള്ള ഓപ്ഷനും ഒരു ദൈവം മതത്തിൽ പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കില്ലേ? പിന്നെ എടാ, ഒരു ട്രെയിൻ മിസ്സാവുമ്പോൾ എത്ര പേർക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ ഒരു ഡെസ്റ്റിനേഷനിലെടുത്ത് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ അത് മറിഞ്ഞു, അതിൽ കുറേ ആൾക്കാർ മരിച്ചു. അവരിൽ കുറേ വിശ്വാസികളായി, മോസ്റ്റ് മെജോറിറ്റി വിശ്വാസികളായിരിക്കാം. അവർക്ക് സ്വപ്നങ്ങളും അവർക്ക് ആഗ്രഹങ്ങളും തീരാത്ത സോളുകളായിരിക്കാം. പുറത്ത് ഈ ട്രെയിൻ മിസ്സായവരുടെ എണ്ണം എത്ര? ഉത്തരം ഉണ്ടാവും, ഒരു 10 ആളുണ്ടാവും ട്രെയിൻ മിസ്സായത്. ആയിരക്കണക്കിന് ആൾക്കാർ ആ ട്രെയിനിൽ സ്വപ്നങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ, ദൈവത്തിന് വിളിക്കുന്ന ആൾക്കാർ, അവരൊക്കെ കൊന്നു കളഞ്ഞ ക്രൂരനായ ദൈവം സെലക്ട് ചെയ്തത് ഈ 4-5 ആളെ. പിന്നെ എന്തിനാണ് ദൈവത്തിന് വെച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തിനു ദൈവത്തിന് പിന്നാലെ പോകണം? എന്തിനാ? ദൈവം തന്നെ അത്രയും ക്രൂരനാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പാലിൻ്റെ പുഴയും മറ്റേ എന്താ പറയുക ഹൂറികളും കോൺസെപ്റ്റ് പോകുന്നവർക്ക് അങ്ങനെ പോവാം. അത് വിശ്വസിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്നവർക്ക് പോവാം. ഇനി ഇവരെന്നെ ഡ്രസ്സിൻ്റെ കാര്യം അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് വലിഞ്ഞിങ്ങനെ പോകും. ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ അതിന് മുന്നേ സംസാരിച്ചതാണ്. അതൊക്കെ ഇവർ ബീച്ചിലിറങ്ങി പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവർ ബീച്ചിലിറങ്ങി നടത്തിയ ഈ പരിപാടിക്കെതിരെ മുസ്ലിം മത സമൂഹത്തിൻ്റെ അകത്തുനിന്ന് തന്നെ പണ്ഡിതന്മാരടക്കം വിമർശനങ്ങളുമായിട്ട് ഇറങ്ങി എന്നുള്ളത് ന്യൂസിൽ കണ്ടു കഴിഞ്ഞ ദിവസം. കേരളത്തിലുള്ള വിവിധ സലഫി ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ച് രൂപീകരിച്ച അൺമാസ്കിംഗ് ഏത്തീസം എന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് കോഴിക്കോട് ബീച്ചിൽ മതപ്രബോധനത്തിന് ഇറങ്ങിയത്. ആളുകൾ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വേണ്ടി വരുന്ന ബീച്ച് പോലുള്ള പൊതു ഇടങ്ങളിൽ മതവും വിശ്വാസവും പറഞ്ഞ് തർക്കമുണ്ടാക്കണമോ എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. പൊതു ഇടങ്ങളിലെ ഈ വിശ്വാസ പ്രബോധന രീതിക്കെതിരെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ആദ്യം രംഗത്ത് വന്നു. മതവും വിശ്വാസവും ഒക്കെ സ്വന്തം ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്നും പ്രത്യേകിച്ചും പുതിയ കാലത്ത് എല്ലാം പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടെന്നിരിക്കെ വിശ്വാസത്തെ ഇങ്ങനെ തെരുവിൽ തർക്കവിഷയമാക്കരുതെന്നും സുന്നി പണ്ഡിതൻ കൂടിയായ ഷുഹൈബുൽ ഹൈത്തമി അഭിപ്രായപ്പെട്ടു. മാത്രമല്ല ഇത്തരം മതപ്രബോധന രീതികൾ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ നടന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം സ്വീകരിക്കുന്ന പ്രബോധന രീതിയല്ലെന്ന് സുന്നി പണ്ഡിതൻ വഹാബ് സക്കാഫി മമ്പാടും പ്രതികരിച്ചു. പ്രബോധനത്തിൽ ഇന്നലകളിൽ പൂർവിക മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ച ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ശൈലി മാറ്റങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധയും വർഗീയതയും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ അടുത്ത ദിവസം ബീച്ചിലും തെരുവിലുമൊക്കെയായി നടക്കുന്ന പ്രബോധനങ്ങളുടെ ചില അലയൊലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതൊക്കെയും കൂടുതൽ മതനിന്ദകൾക്കും സാമൂഹ്യ സ്പർദ്ധക്കും കാരണമാക്കുമെന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അതേസമയം കോഴിക്കോട് ബീച്ചിലേത് സമാധാനപരമായ ആശയ സംവാദമായിരുന്നുവെന്നും മറിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സംഘാംഗമായ അബ്ദുല്ല ബാസിൽ പറഞ്ഞു. പങ്കെടുത്ത ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടിരുന്ന ആളുകളൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ രസകരമായി നടത്തിയിട്ടുള്ളൊരു ചർച്ചയാണ്. പക്ഷേ അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ചില ആളുകളെങ്കിലും അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിച്ചു, അതിനെ പലതരത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് വളരെ ആരോഗ്യകരമായ ചർച്ചകൾ, വിവിധ ദർശനങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചുമല്ല നിരന്തരം ചർച്ചകൾ നടക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. വർഗീയത ഇല്ലാതെ മതം അതിൻ്റെ മെറിറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കരുത് എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. ആശയപ്രചരണവും മതപ്രബോധനവും ഒക്കെ ആകാം, പക്ഷേ അത് ചുറ്റുപാടുമുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണമെന്നുള്ളതാണ് മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. മുസ്ലിം മതപണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ചില ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ ടാർപ്പായ വലിച്ചു കെട്ടി മൈക്കിൽ വിളിച്ച് പറയുന്ന സാധനങ്ങളുടെ വേറൊരു വേർഷനാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രാജ്യം, ഓക്കെ, അതാണ് ഇന്ത്യ. അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് സൊസൈറ്റിയിൽ അൺഫോർച്ചുനേറ്റ്ലി കുട്ടികൾക്ക് അടക്കം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊന്നും പഠിപ്പിക്കാത്തൊരു രാജ്യത്ത് ഇതുപോലെ ഇറങ്ങി തിരിച്ച് ഇവർ ഈ അൺമാസ്കിംഗ് എന്നുള്ള പേരിൽ, അതായത് എയ്ത്തിസത്തിന് എതിർക്കുന്നു, അല്ലെങ്കിൽ
വിശ്വാസികളല്ലാത്ത, ഒരു മതത്തിലും ദൈവത്തിലും വിശ്വാസികളല്ലാത്ത ആളുകളെ ഞങ്ങൾ എതിർക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആയിട്ട് സംവദിക്കുന്നു എന്നുള്ള പേരിൽ ഇറങ്ങിയിട്ട് ഇവർ പ്യോർലി ചെയ്യുന്നത് എന്താ? മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പോയി സംസാരിക്കുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു, മനസ്സിലായോ? എസ്പെഷ്യലി സ്ത്രീകളോടൊക്കെ അങ്ങനെ പോയി സംസാരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. വേറൊരു മതത്തിൽപ്പെട്ട ഒരാളോട് പോയിട്ട് അവരുടെ ദൈവങ്ങളെയും ഇവരുടെ ദൈവങ്ങളെയും ഇൻഡയറക്ട്ലി കമ്പയർ ചെയ്തിട്ടുള്ള കമ്പാരിസൺസ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നിങ്ങൾക്കൊരു മതവിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഈ ക്രിയേറ്ററും സയൻസും കൂട്ടിക്കുഴച്ചിടും. നിങ്ങൾ കുറച്ചും കൂടി, ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ദൈവത്തിനെയും മതത്തിനെയും കൊണ്ട് നടക്കുന്നവർ വരെ സയൻസിനെ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും കുറച്ച്. ബിക്കോസ് സയൻസ് എന്ന് പറഞ്ഞ സാധനം അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരിപാടിനെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി? ഇല്ലെങ്കിൽ വീടാന്തരം കയറി ഇറങ്ങി പണ്ടത്തെ പോലെ മറ്റേ വീട്ടിൽ മതപ്രഭാഷണം നടത്തി പ്രബോധനം നടത്തി പോകേണ്ട ഒരു അവസ്ഥയ്ക്കാവും. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ സയൻസ് അഡ്വാൻസ്ഡ് ആയി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പടച്ചോന് ഇത് ആദ്യം എല്ലാം കൂടി മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്താൽ പോരെ? നോ, ഹ്യൂമൻ റേസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജിൽ ഇന്ന ഡെവലപ്മെൻറ്റ് മനുഷ്യന് നടത്തണം, അല്ലെങ്കിൽ ഈ ലിവിങ് ഓർഗാനിസം നമ്മളെ ക്രിയേറ്റ് ചെയ്ത എക്സ്ട്രാ ടെറസ്ട്രിയൽസിനെ അറിയാം ഇവിടുത്തെ ഇക്വിലിബ്രിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഇവിടെ ഈ പ്ലാനറ്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമിയെ ഏത് സ്റ്റേജിൽ ഏത് രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ് കൊടുത്താലാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി തീർക്കുക എന്നുള്ളത് അവർക്ക് ദേ ഹാവ് എ ടേംസ്. ഓക്കെ, ചിലരതിനെ ഇലുമിനാറ്റീസ് എന്ന് വിളിക്കും, മേസൺസ് എന്ന് വിളിക്കും, പല പേരിലും വിളിക്കും. എനിക്ക് കൂടുതൽ ഈ കോൺസെപ്റ്റുകൾ, ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നുള്ള ആംഗിളിൽ നോക്കാനാണ് താല്പര്യം. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ഇതുവരെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സും ഞാൻ കിട്ടുന്ന ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് നോ എത്ര പേര് ക്രിറ്റിസിസം വരുന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊന്നും ഞാൻ ചിന്തിക്കുന്ന വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്നവരുണ്ടോയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ബട്ട് ദിസ് ഈസ് മൈ തോട്ട് പ്രോസസ് ഓൺ ഗോഡ്. ഇതുപോലെ ദൈവത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ദൈവവിശ്വാസികൾ അങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾ എക്സ്ട്രാ പോയിട്ട് ആഡ് ഓൺ ചെയ്യേണ്ട. ദൈവത്തിന് കൂലിവേല എടുക്കാൻ ദൈവം ആരെയും വെച്ചിട്ടില്ല. ഓക്കെ, ഇത്രയും പവർഫുള്ളായ ദൈവത്തിന് അറിയാം അയാൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു സാധനത്തിന് അറിയുമായിരിക്കും. നിങ്ങളിലൂടെ എക്സ്ട്രാ ഒന്നും കിട്ടേണ്ട ആവശ്യം ആ ഒരു സുപ്രീം പവറിന് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. പിന്നെ എന്തിന് നിങ്ങൾ ഈ പണിക്ക് നിൽക്കുന്നത്? വിശ്വസിക്കാതെ ജീവിച്ചു പോയിക്കോട്ടെ, അത്രമാത്രം ചിന്തിച്ചാൽ പോരെ. നിങ്ങളെ വിശ്വാസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വേറൊരാളുടെ വിശ്വാസത്തിൽ പോയിട്ട് അത് റൈറ്റ് ഓർ റോങ് അത് പറയേണ്ട കാര്യമില്ലല്ലോ.